ഒരു ഭാര്യ BSc നേഴ്സിംഗാണ്. അത് അവിടെ പോയി യോഗം പോയി കുടുംബമായിട്ട് സെറ്റിൽ ചെയ്ത് അവിടെ ഇനി അവരവിടുത്തുകാരായി കാനഡക്കാരായി ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോയി താമസിയാതെ ഇവിടെ ഒരു ബോർഡ് വരും കേട്ടോ, 1 മാസം കടമുടക്കം, ഞങ്ങൾ കാനഡയിലാണ്. ഇവിടെ ഒരു ബോർഡ്. ഇനി അവിടെ നിന്ന് പുതിയ ബോണ്ടയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോ വന്നേക്കാം. കാനഡ ഉണ്ട് ഇവിടെ. ഉണ്ണിയപ്പം നെയ്യപ്പം എന്നൊക്കെ പറയുന്നത് കാനഡ ബോണ്ട എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഈ കടയിൽ വന്നേ, ഹോട്ടൽ പ്രശാന്തിൽ വന്നേക്കാം. പെരുങ്കട നിവാസികൾക്ക് കാത്തിരിക്കുക. പെരുങ്കടവിള, അത് തന്നെ, പെരുങ്കടവിള നിവാസികൾ കാത്തിരിക്കുക. നമസ്കാരം, കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ യാത്രക്കിടയിൽ പെരുങ്കടവിള എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അതായത് മാരായമുട്ടം വഴി നമ്മൾ സഞ്ചരിച്ച് പെരുങ്കടവിളയിലെത്തി. പെരുങ്കടവിള എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററിൽ തന്നെയാണ് അത്. അപ്പുറത്താണ് പഞ്ചായത്ത് കാര്യാലയം, ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം, PWD ഓഫീസ്, അങ്ങനെ എല്ലാം ഏറെക്കുറെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഞാൻ എത്തിയത്. ഇവിടെ ഒരു പഴയ ഒരു ചായക്കട. ആ ചായക്കടയിൽ ഞാൻ നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എൻ്റെ പേര് മോഹൻകുമാർ. ഞാനിങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ട് ഇറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും പെരുങ്കടവിള ഗ്രാമപഞ്ചായത്ത് അല്ലേ, ഓഫീസ്, ഇതെല്ലാം ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഒരു വലിയ ജംഗ്ഷൻ, നല്ല തിരക്കുണ്ട്. ഹോസ്പിറ്റലുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, സ്കൂളുണ്ട്, എല്ലാം അടുത്തടുത്താണ്. എല്ലാം തൊട്ടടുത്ത് 350 മീറ്ററിനകത്താണ് എല്ലാം ഉള്ളത്. ഈ മഴ ആയതുകൊണ്ട് ഇച്ചിരി ജംഗ്ഷനൊക്കെ പോകട്ടെ. അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളെ കുറിച്ച് ജസ്റ്റ് പെരുങ്കടവിള എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത്, നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ പറയുന്ന അനുസരിച്ച് പെരുങ്കട എന്ന് പറയുന്ന ഒരു വലിയ കടയുണ്ടായിരുന്നു. ചന്ത, വൈകുന്നേരം കടയാണ്, മാർക്കറ്റ്. അതിന്റെ നാമധേയത്തിലാണ് പെരുങ്കടവിള. തമിഴ്നാടുമായിട്ട് ഉച്ചരിച്ചുള്ള ഒരു ഇതാണ്, തമിഴ്നാടുമായിട്ട് ചേർന്നുള്ള ഭാഷയുമായിട്ട് തമിഴുമായിട്ട് കലർന്നുള്ള ഒരു ഇതാണ് പെരുങ്കടവിള. അങ്ങനെയാണ് പെരുങ്കടവിള എന്നാണ് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു വന്നുള്ള അറിവ്. സ്ഥലത്തിന് അങ്ങനെ പെരുങ്കടവിള എന്ന് പറഞ്ഞു. പിന്നെ പാണ്ഡവംപാറ, മഹാദേവ ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇതുണ്ട്. പള്ളി, പുരാതനമായ RC പള്ളി, അത് പഴയ പള്ളിയാണ്. എല്ലാ ക്ഷേത്രവും അമ്പലവും പള്ളിയും എല്ലാം 500 മീറ്ററിനകത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം പകലാണ് കട. മുമ്പ് വൈകുന്നേരം രാത്രി 10, 11, 10:30, 11 മണി വരെ ഉണ്ടായിരുന്നു. പകല് മാത്രം. ഉച്ചയാകുമ്പോൾ 2 മണിയാകുമ്പോൾ തീരും. അപ്പൊ അതുകൊണ്ട് ഇന്നിനി നമ്മള് മാർക്കറ്റ് കാണാനില്ല. പെരുങ്കടവിളയിലെ പെരുങ്കടയും പെരുങ്കട ചന്തയും ഒന്നും നമുക്കിനി ഇന്ന് കാണാൻ പറ്റൂല. അപ്പൊ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, തൊട്ടടുത്തുള്ളത് വെച്ചാൽ പെരുങ്കടവിള ജംഗ്ഷൻ, അത് കഴിഞ്ഞ് ഇരാറ്റുംപുറം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വേൾഡ് മാപ്പിലുണ്ട്. ഇരാറ്റുംപുറത്തിന് വെള്ളം 2 നദികൾ വന്ന് 2 ആറ് വന്ന് മുട്ടുന്ന ഇരാറ്റുംപുറം. അവിടെ നല്ല പാറക്കെട്ടുകളും പഴയ സിനിമ എടുത്തുള്ള സ്ഥലമാണ്. ഒരു 1.5-2 കിലോമീറ്റർ അവിടെ വേൾഡ് മാപ്പിലുണ്ട്. അതിപ്പോ ടൂറിസം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡെവലപ്പായി വരുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ പാണ്ഡവംപാറ മല. പാണ്ഡവംപാറ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് 500 മീറ്റർ. ഞങ്ങൾ പഴഞ്ഞിപ്പാറ എന്നാണ് വരുന്നത്. പഴഞ്ഞിപ്പാറ കീഴാറ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങളിലെ ഒരു ഐതിഹ്യമായിട്ട് കണക്ട് ചെയ്ത സ്ഥലങ്ങളൂടെ പാണ്ഡവംപാറ, അടുപ്പുകൂട്ടിപ്പാറ. പാണ്ഡവന്മാർ താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അതുമായിട്ടൊരു ക്ഷേത്രം, മഹാദേവ ക്ഷേത്രമുണ്ട്. പഴയ വലിയ മഹാദേവ ക്ഷേത്രമുണ്ട്. പിന്നെ അവിടുത്തെ പഴയ എഴുത്തുകുത്തുകളുണ്ട് ആ പാണ്ഡവംപാറയ്ക്കകത്തോടെ. ഇപ്പൊ പോലീസ് ഗാർഡുണ്ട്. അവിടെ ചോദിച്ചാൽ കയറി കാണാം. മറ്റേ വട്ടെഴുത്ത്, അങ്ങനെയുള്ള പഴയ പുരാതന ലിപിയെല്ലാം എഴുതിയിട്ടുണ്ട്. അവർ താമസിച്ചതിന്റെ ഐതിഹ്യമല്ല അതിനകത്തുണ്ട്. അതിനകത്ത് കയറാം. ഇപ്പൊ കയറാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു. 2 പോലീസിനെ നിയമിച്ചിട്ടുണ്ട്. അവിടെ 4 ജീവനക്കാരുണ്ട്. 4 ജീവനക്കാർ പുരാവസ്തുവിന്റെ കീഴിലാണ്. പുരാവസ്തുവിന്റെ കീഴിലാണ്. അകത്ത് കയറി നോക്കാം. അവിടെ പോയാൽ കയറി നോക്കാം. അങ്ങനെയുള്ള സംവിധാനം അങ്ങനെ ഉണ്ട്. ചെന്ന് സാധനം കയറുമ്പോൾ സുഖമാണ്. ഗുഹയ്ക്കകത്ത് വിളിച്ച് അകത്ത് കയറുമ്പോൾ കിടക്കാനുള്ള സൗകര്യം എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കയറാൻ വേണം കമന്ന് ഇഴഞ്ഞ കയറാൻ. ഇടുങ്ങിയ സ്ഥലമാണ്. മണലും നല്ല വിശാലമായിട്ടുള്ള നല്ല ഏരിയ അവിടെ എഴുത്തും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രം തൊട്ട് താഴെ ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ മഹാദേവ ക്ഷേത്രം കാണാം. അത് കഴിയുമ്പോൾ ഈ ഇറക്കം ഇറങ്ങുമ്പോൾ തന്നെ പാറ കാണാം. രാത്രി സാരപ്പുണ്ട്. എല്ലാ അത്ഭുതങ്ങളാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് അത്ഭുതങ്ങൾ.
അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പിന്നെ പെരുങ്കടവിള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും 500 മീറ്റർ ഇവിടുത്തെ ഒരു പ്രധാന വരുമാന കൃഷിയൊക്കെയാണോ അതോ കൃഷിയാണ് കൃഷി റബ്ബർ പിന്നെ വയൽ കൃഷി ഉണ്ടായിരുന്നില്ല, വാഴയായി കംപ്ലീറ്റ് വാഴ, നിലങ്ങളെല്ലാം വാഴയും എല്ലാം മാറി. നല്ല നിലം കൃഷിയുള്ള സ്ഥലമായിരുന്നു, എല്ലാം വാഴ കൃഷിയാണ്. ഹോട്ടൽ പ്രശാന്ത് 35 വർഷമായിട്ട് പ്രശാന്ത് ഇവിടെ ഉണ്ട്. പ്രശാന്ത് എന്നാണ് പേര്. മോന്റെ പേര് പ്രശാന്ത്. മോന് എത്ര വയസ്സുണ്ട്? മോന് 26 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഈ പേര് പിന്നാണ് ഇട്ടത്. കട 35 വർഷമായി കട. മോന് 26 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ മോൻ ജനിക്കുന്നതിന് ആ ശരി ശരി. മക്കള് വിദേശത്തൊക്കെയാണ്. രണ്ടുപേരും ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലാണ്. അപ്പൊ നമ്മളിപ്പോഴും ഇവിടെ നമുക്ക് വേറെ മാർഗമില്ല, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ബ്ലോക്കിലെയും പഞ്ചായത്തിലെയും ആളുകളൊക്കെ അതെ അതെ, ഇല്ലെങ്കിൽ പട്ടിണി കിടന്നു. കാനഡയിൽ നിന്ന് വരുന്ന ഡോളറൊക്കെ ഇവിടെ ചെയ്യുന്നു, എന്തെടുക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത്. അതിവിടെ സാർ ഉണ്ടായിരുന്നു, ഹോട്ടലൊക്കെ നടത്തുമായിരുന്നു, റെസ്റ്റോറൻറ്റ്. അതിലൂടെ 35 ലക്ഷം രൂപ മുടക്കി അച്ഛന് ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മോന് തണുപ്പ് വരത്തില്ലെന്ന് പറഞ്ഞുള്ള കേസാണ്. അച്ഛൻ ചായക്കട നടത്തി പരിചയം. അതാണ്, അവർക്ക് അങ്ങനെയുള്ളൊരു ശീലത്തിൽ അധ്വാനം വലിയ ലെവലിലേക്ക് പോയില്ല. വലിയ ലെവലിലേക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഈ സ്ഥലങ്ങൾ കണ്ട് ഇതുപോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എന്തായാലും പാണ്ടമ്പാറ ഒന്ന് കയറിയിട്ടേ പോകത്തുള്ളൂ. എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ ഒന്ന് പോകും. അപ്പൊ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.